ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയ ഈ ലോകകപ്പിലേക്ക് വന്നതുപോലും പിന്നെ ചാമ്പ്യന്മാരാവാൻ ഏറ്റവും സാധ്യതയുള്ള ടീം അല്ലെങ്കിൽ നമ്മൾ തന്നെ മുൻ ടാക്ടിക്സിൽ പ്രഡിക്റ്റ് ചെയ്തപ്പം സെമി ഫൈനലിൽ എത്താൻ സാധ്യതയുള്ള ടീമുകളിലൊന്നും ഓസ്ട്രേലിയ എന്ന രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ലോകകപ്പിന് തൊട്ട് മുമ്പ് അവർ പാകിസ്ഥാനെതിരെയുള്ള പരമ്പര 3-0 പരാജയപ്പെടുന്നു. ആ സമയത്ത് നമുക്കറിയാം നമ്മൾ ആക്ടിങ് ആണ് അല്ല അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. കാരണം ഓസ്ട്രേലിയ ഈ ഏത് ICC ഇവന്റ് വരുന്നതിന്റെ തൊട്ട് മുമ്പത്തെ പരമ്പരകളും ഇങ്ങനെ അട്ടപ്പാടലം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. 2003 ലോകകപ്പിന്റെ സമയം ഉണ്ടായിരുന്നു. എതിരാളികൾക്ക് പ്രതീക്ഷ നൽകുക മുമ്പ് മുതലേ അതൊരു അതെ എല്ലാ അതായത് പിന്നെ ആക്ടിങ് ആണ് എന്ന രീതിയിൽ ഉള്ള ചർച്ചകൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയ ഈ ലോകകപ്പിൽ പിന്നെ എന്താണോ പാകിസ്ഥാനിൽ സംഭവിച്ചത് അതിൻ്റെ ഒരു ആവർത്തനം എന്നുള്ള രീതിയിൽ സിംബാബ്വേയോട് തോക്കുന്നു, പിന്നെ ശ്രീലങ്കയോട് കഴിഞ്ഞ മത്സരം തോക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയമാണ്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഇല്ല. ഹാസിൽവുഡും അല്ലെങ്കിൽ കമൻസ് ഒന്നും ഇല്ലാത്തൊരു ലോകകപ്പാണ്. മാറ്റി നിർത്തിയാൽ ഈ തോൽക്കുന്ന ഓസ്ട്രേലിയ ട്രാവിസ് ഹെഡിന്റെ ഓസ്ട്രേലിയയാണ് തോൽക്കുന്നത്, മാക്സ്വെലിന്റെ ഓസ്ട്രേലിയയാണ് തോൽക്കുന്നത്. ടീമിലൊരിക്കലും ടീം ശക്തമായ ടീം തന്നെയാണ്, ഇപ്പോഴും നല്ല ടീം തന്നെയാണ്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടാകും അവരെ സംബന്ധിച്ച് പറയുകയാണ്. അതായത് ബിഗ് ടൂർണമെന്റ്സ് ഈക്വൽ ടു ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഏത് ഘട്ടത്തിൽ അവർ തിരിച്ചു വരുന്നത് അത്തരം ഒരു ആത്മവിശ്വാസം സ്വാഭാവികമായിട്ട് അവർക്കുണ്ടോ. പിന്നെ മറ്റൊന്ന് കൂടി സ്മിത്തിന് അവർ വിശ്വാസത്തിലെടുത്ത വലിയ കാര്യമുണ്ട്. സ്മിത്തിനുമായിട്ടാണ് ഇത് നടക്കുന്നത്. അത് അത്ര കണ്ട് ബാറ്റർമാരെ അനുകൂലിക്കുന്നതായിരിക്കുന്നില്ല ICC ഉണ്ടാക്കിയ പിച്ച്. ബോളർമാർക്ക് വലിയ മേധാവിത്വം ലഭിച്ചാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നന്നായിട്ട് കളിച്ച് നല്ല ട്രാക്ക് റെക്കോർഡുള്ള സ്റ്റീവൻ സ്മിത്തിനെ പുരോഗമിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ ബിഗ് ബാഷ് ലീഗിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച സ്റ്റീവൻ സ്മിത്തിനെ തഴഞ്ഞുകൊണ്ടാണ് ഓസ്ട്രേലിയ T20 സീരീസിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചത്. അവസാനം സ്മിത്തിനെ തിരിച്ചു വിളിക്കേണ്ടി വന്നു. സ്മിത്ത് ഇവിടെ എത്താൻ നേരത്ത് ഓസ്ട്രേലിയ പോകും ഒരുമിച്ച് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് വലിയ ചോദ്യം എന്ന് പറയുന്നത്. അല്ല, കളിയിൽ ഡീപ്പിലേക്ക് കൊണ്ടുവന്ന ഒരാളുടെ അഭാവം കൃത്യമായിട്ടുണ്ട്. അവർ ഗ്ലെൻ മാക്സ്വെൽ എത്ര കാലമായിട്ട് അദ്ദേഹത്തിന് എടുത്തു പറയാനുള്ള ഈ അഫ്ഗാനെതിരെയുള്ള ആ ഇന്നിങ്സ് അല്ലാതെ അതെ ഒറ്റക്കാലം അത് ഇന്നിങ്സ് നമ്മുടെ മനസ്സിലുണ്ട്.